ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ആതിഥേയ സ്ഥാപനങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിനായുള്ള സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് ഇടുക്കിയിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇതുവരെ 41 സ്ഥാപനങ്ങൾക്കാണ് റേറ്റിംഗ് നൽകിയത്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ലോഡ്ജുകൾ, ഹോം സ്റ്റേകൾ, ഭക്ഷണശാലകൾ തുടങ്ങി 5 അതിലധികമോ മുറികൾ താമസിക്കാൻ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് നൽകുന്നത്. സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത 74 സ്ഥാപനങ്ങളിൽ 41 സ്ഥാപനങ്ങൾക്കാണ് റേറ്റിംഗ് നൽകിയതെന്ന് ശുചിത്വ മിഷൻ അധികൃതർ പറഞ്ഞു. ഇടുക്കി ഡാമിൽ നിർത്തിവച്ചിരുന്ന ബോട്ട് സർവീസ് പുനരാരംഭിച്ചു. ഇതോടെ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ ദൃശ്യഭംഗിയും കാനന കാഴ്ചകളും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുങ്ങി. തട്ടേക്കാട് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ കീഴിലാണ് വർഷത്തിൽ എല്ലാ ദിവസവും ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ബോട്ട് സൗകര്യം ലഭ്യമാക്കുന്നത്. രാവിലെ 9-ന് ആരംഭിച്ച് വൈകിട്ട് 5-ന് അവസാനിക്കുന്ന തരത്തിലാണ് ബോട്ടിംഗിന്റെ ക്രമീകരണം. മുതിർന്നവർക്ക് 155 രൂപയും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 85 രൂപയുമാണ് ഫീസ്. അരമണിക്കൂറാണ് യാത്രാസമയം. വെള്ളാപ്പാറ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെയും വൈശാലി ഗുഹയുടെയും കാഴ്ചയാണ് പ്രധാനം. രൂക്ഷമായ വൈദ്യുതി ക്ഷാമം നേരിടുന്ന കേരളത്തിൽ 2 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി പ്രവർത്തനക്ഷമമാകുന്നു. 60 മെഗാവാട്ടിന്റെ പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീമും 40 മെഗാവാട്ടിന്റെ തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുമാണ് ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തിയത്. 40 മെഗാവാട്ടിന്റെ തൊട്ടിയാർ പദ്ധതി 2009-ലാണ് നിർമ്മാണം തുടങ്ങിയത്. 10-30 മെഗാവാട്ടുകൾ വീതം ശേഷിയുള്ള 2 ടർബൈനുകളാണ് തൊട്ടിയാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിവാസൽ, തൊട്ടിയാർ പദ്ധതികൾ ഉൽപാദനം തുടങ്ങുന്നതോടെ കേരള ഗ്രിഡിലേക്ക് 100 മെഗാവാട്ട് വൈദ്യുതി കൂടി കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ. NCC കേഡറ്റുകൾക്കായി ഇടുക്കി കുളമാവിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ട്രെക്കിംഗ് എക്സ്പെഡിഷൻ കേരള ട്രെക്ക് 1 സമാപിച്ചു. കേരള ട്രെക്ക് 1ന്റെ 14ാമത് എഡിഷനും പെൺകുട്ടികൾക്കായുള്ള ആദ്യ കേരള ട്രെക്കിംഗുമായിരുന്നു കുളമാവിലേത്. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ കേഡറ്റുകൾ ആതിഥേയത്വം വഹിച്ച ഈ സാഹസിക യാത്രയിൽ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ ഡയറക്ടറേറ്റുകളിൽ നിന്നുള്ള സീനിയർ, ജൂനിയർ വിഭാഗങ്ങളുടെ കേഡറ്റുകളാണ് പങ്കെടുത്തത്. പ്രകൃതിയൊരുക്കിയ മനമയക്കും കാഴ്ചകളുടെ പറുദീസയാണ് ഇടുക്കി. കോടമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുള്ളിച്ചാടുന്ന വെള്ളച്ചാട്ടങ്ങളും പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളാലുമൊക്കെ മിടുക്കിയായി നിൽക്കുന്ന ഇടുക്കിയെ ആവോളം ആസ്വദിക്കാൻ ഓണക്കാലത്ത് 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. തിരുവോണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 9 മുതൽ ഇതുവരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തോളം ആളുകളാണ് സന്ദർശനം നടത്തിയത്. തിരുവോണ ദിനം മാത്രം 33,000-ലധികം സന്ദർശകരെത്തി. 1,00,000-ത്തോളം ആളുകളെത്തിയ വാഗമണ്ണിന്റെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു സഞ്ചാരികളുടെ ഒഴുക്ക്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും മാട്ടുപ്പെട്ടിയിലും രാജമലയിലും തിരക്ക് ദൃശ്യമായിരുന്നു. ഇടുക്കിയിലെ ഗോത്ര സമൂഹവും ഓണാഘോഷത്തിന്റെ ലഹരിയിൽ അമർന്നു. പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ച മിക്ക ആദിവാസി ഊരുകളിലും ആഹ്ലാദത്തോടെയാണ് ഓണം ആഘോഷിച്ചത്. കൂത്തുപാട്ടുകളും കുമ്മിയടിപ്പാട്ടുകളും പൊങ്കൽ ആഘോഷങ്ങളും മാത്രമല്ല, ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഓണവും ആഹ്ലാദഭരിതമാണ്. ആദിവാസി കുടികളിൽ ഓണക്കാലം എന്നത് വിവിധ കളികളുടെ അരങ്ങുണർത്തൽ കൂടിയായി മാറുന്നതാണ് പതിവ്. ഊരുകളിലെ കുട്ടികളും മുതിർന്നവരും പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേർന്നാണ് ഓണം ആഘോഷിച്ചത്. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പരമ്പരാഗത കലാരൂപങ്ങളും പാട്ടുകളും അവതരിപ്പിച്ചു. പ്രായമായവർ പോലും പാട്ടും ആട്ടവുമായി അരങ്ങ് നിറഞ്ഞത് പുതിയ തലമുറയ്ക്ക് ആവേശമായി. കുട്ടികൾ പൂക്കളമിട്ടും വിവിധ കളികളിൽ ഏർപ്പെട്ടും പങ്കാളികളായതോടെ ഓണാഘോഷം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി മാറി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.